ഞാനിരിക്കുന്നത് നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഗാർഡൻ തിയേറ്റർ. കേരളത്തിലെ പ്രൊഫഷണൽ നാടകവേദി വേറിട്ട സഞ്ചാരം ഒരു 38 വർഷം മുമ്പ് അദ്ദേഹം നിള എന്ന പേരിൽ ഒരു പ്രൊഫഷണൽ നാടക സംഘത്തിന് കേരളത്തിലെ പ്രൊഫഷണൽ നാടകവേദി ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒട്ടനേകം നാടകങ്ങൾ രൂപവും ഭാവവും ഒക്കെയാണ്. പ്രസാദിൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു വേറിട്ട ചിന്തയായിരുന്നു ഒരു വേറിട്ട നാടക കാഴ്ച സമ്മാനിക്കാൻ പറ്റുന്ന ഒരു വേദി. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് ആ വിഷയമാണ്. അത് നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിലൊരു സാംസ്കാരിക സ്ഥാപനമായി ഇപ്പോൾ ഇവിടെ ഈ പ്രാർത്ഥനയിൽ രൂപം ശരിക്കും ഈ നാടിനേറെ മുതൽക്കൂട്ടുണ്ടാക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനം തന്നെയാണ്. കാരണം വരും തലമുറയെ നല്ല സംസ്കാര സമ്പന്നരും കലാകാരന്മാരും ഒക്കെയാക്കി വാർത്തെടുക്കുകയും ഒപ്പം പഴയ തലമുറയെ കൂടി അതിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. നാടകങ്ങളും വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല സാമ്പത്തികം അതിനായി സ്വന്തം പൈസ മുടക്കി ഒരാളുടെ ഒരു അത്തരം യാതൊരു സപ്പോർട്ടും ഇല്ലാതെയാണ് ഇത് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ അവസ്ഥയിൽ. നാളത്തെ കഴിഞ്ഞാണ് അതിൻ്റെ ഔദ്യോഗികമായ ഈ വേദിയുടെ ഉദ്ഘാടനം. ഏറ്റവും അർഹനായ സൂര്യകൃഷ്ണമൂർത്തി സാറാണ് എന്നെ പോലുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ ആൾക്കാരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ നിള കൾച്ചറൽ സൊസൈറ്റി രൂപം കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ നാടിനും നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ സാംസ്കാരിക മേഖലയിലും സംഭാവന ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഒരു യാത്രയായിരിക്കണം ഇനി ഇതിൻ്റെ. അതിന് എനിക്ക് തോന്നുന്നത് ഈ നാട്ടുകാരുടെ ഒരു പരിപൂർണമായ സഹകരണം അതിന് വേണ്ടിയിരിക്കും. കാരണം അദ്ദേഹം ചിലപ്പോൾ തിരക്കിലായിരിക്കും, ഞങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പം അകന്നൊക്കെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഈ നാടിന് വേണ്ട ഒരു സാംസ്കാരിക സ്ഥാപനമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നാട്ടുകാർക്കുണ്ടാവുകയും അവരത് ഏറ്റെടുക്കുകയും ചെയ്യുന്നിടത്താണ് ഈ നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സാർത്ഥകമാകുന്നത്. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകും.